രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിജീവിത നൽകിയ മൊഴിയിലെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3 തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴിയിലുള്ളത്. തിരുവനന്തപുരത്തും പാലക്കാടും വെച്ച് സംഭവിച്ചു. 2 തവണ രാഹുൽ ആ ദൃശ്യങ്ങൾ പകർത്തിയെന്നും എഫ്ഐആറിലുണ്ട്. ഗുരുതരമായ ആരോപണമാണ്. ആ ദൃശ്യങ്ങൾ കൂടി പകർത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നീട് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്ന് എഫ്ഐആറിലുണ്ട്. രാഹുലിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് എഫ്ഐആറിൽ നിന്ന് കൂടുതലായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സിജോ വിജോൺ ചേരുന്നുണ്ട്. സിജോ, ഇത്രയധികം കാര്യങ്ങൾ അതിലുണ്ട്. നമ്മൾ കണ്ടതൊന്നുമല്ല. ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾക്കപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങളായി പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്ന ആ വിവരങ്ങൾ? ധന്യ, ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ എഫ്ഐആറിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല, ആ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. 3 തവണയാണ് അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്യുന്നത്. തിരുവനന്തപുരത്തും പാലക്കാടും എത്തിച്ചിട്ടാണ് ഈ ബലാത്സംഗം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോ ഇത്രയും നാളുകൾ പറഞ്ഞതിന് അപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് എത്രയോ ഭീകരമായിട്ടാണ് അതിജീവിതയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ തന്നെയാണ് എഫ്ഐആറിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി നിർബന്ധിച്ചു എന്നതിനോടൊപ്പം തന്നെ ഗുരുതരമായ കണ്ടെത്തലുകളാണ്, വിവരങ്ങളാണ് രാഹുലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഡിജിറ്റൽ തെളിവുകൾ അടക്കം അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൃശ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് അന്വേഷണ സംഘം കളക്ട് ചെയ്യും. അത് ഈ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ തെളിവായി മാറുകയും ചെയ്യും. കാരണം പലപ്പോഴും രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് ഇത് ഉഭയസമ്മത പ്രകാരം നടത്തിയിരിക്കുന്ന അവർ തമ്മിലുള്ള ഒരു ബന്ധമാണ് എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു പീഡനമല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അതല്ല, അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യുക തന്നെയായിരുന്നു എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിലേക്ക് ലഭിക്കുന്നത് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഡിജിറ്റൽ തെളിവുകളടക്കം ഈ അതിജീവിത നൽകിയിട്ടുണ്ട്. ഈ പീഡന ദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഡിജിറ്റൽ തെളിവുകളും അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ രേഖകളും ഉൾപ്പെടെയാണ് ഇന്നലെ മൊഴി നൽകിയപ്പോൾ അതിനോടൊപ്പം ഈ അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്.